ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ അവസരം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫോം വീഡിയോ, ഒരു റിവ്യൂ വീഡിയോ എന്നാണോ അതിന് റിയാക്ഷൻ വീഡിയോ എന്നാണോ എങ്ങനെയാണ് പറയേണ്ടത്, ഹൗ യു ടേം ഇറ്റ്, ഇട്ടിരുന്നു. അപ്പോൾ അത് കുറേ പേര് കണ്ടിട്ട് കുറേ ആദ്യത്തെ ഈ തരത്തിലുള്ള ഈ സ്വഭാവമുള്ള ആദ്യത്തെ വീഡിയോ അല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറേ പേര് കമൻസൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കമൻസൊക്കെ ഒന്ന് പറയാം, കമൻസൊക്കെ എൻ്റെ ഒരു പ്രസക്തമായി തോന്നിയതൊന്ന് പറയാം എന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. അതായത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ലൈക്ക് ദർ ആർ 4 ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു സ്റ്റേറ്റ് ഹിയർ. ഒന്ന്, ലെങ്ത്ത് കൂടിപ്പോയി എന്നാണ് ഒരുപാട് പേരുടെ കമൻറ്റ്. ഇത്രയും ലെങ്ത്ത് വേണ്ട, വെറും 8 മിനിറ്റുള്ളൊരു കൂറ വീഡിയോ എടുത്ത് വെച്ചിട്ട് നീ 28 മിനിറ്റ് അഭിപ്രായം പറയാനും വേണ്ടി ഒന്നുള്ള കണ്ടൻറ്റ് അതിനില്ല. സോ യു ഷുഡ് ഹാവ് ഷോർട്ടൻ ദ വീഡിയോ, ലൈക്ക് മേ ബി ഒരു 15 മിനിറ്റ്സ് മാക്സിമം, അതിനപ്പുറം ഒന്നും വേണ്ടായിരുന്നു എന്ന അഭിപ്രായമുള്ളവരാണ്. ഈവൻ ഈ വീഡിയോ കണ്ട് ചിരിച്ചവർ പോലും, ചിരിച്ചു, സന്തോഷമായി, ഒക്കെ ശരി തന്നെ, വീഡിയോ തമാശയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ എൻ്റെ കൂടൊപ്പം ഈ ലെങ്ത്ത് കുറയ്ക്കാമായിരുന്നു എന്ന് പറഞ്ഞത്. ഷോർട്ടർ വീഡിയോസ് ഹാവ് മോർ പഞ്ച് എന്ന് ആണ് എൻ്റെ ആത്മാർത്ഥ മിത്രം പറഞ്ഞത്. ഓക്കെ. നമ്പർ 2, ഈ ഇമ്മീഡിയറ്റ് ഫാമിലി പറഞ്ഞ കമൻറ്റ്, അതായത് എന്തിനാണ് ഇത്രയും കൂറെ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിവ്യൂ ചെയ്തത്. അതായത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഈ ചോറ് വായിക്കൂടെ തിന്നുന്നവർക്കൊന്നും വേറെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. ഇത് ഗംഭീരം എന്ന് പറയുന്ന ഒരു തലയ്ക്ക് സ്ഥിരതയുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു അവസരത്തിൽ അത്രയും മോശപ്പെട്ട ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൽ ഇത്രയും സംസാരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അതിനേക്കാളും കുറച്ചുകൂടെ നല്ല കണ്ടൻ്റ് ഉള്ള എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇതുപോലെ എന്തെങ്കിലും പറയാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്തുകൂടെ? അല്ലാതെ ഈ ഇത്രയും മോശപ്പെട്ട ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് എന്തിനാണ് നീ ഇത്രയും സമയം കളഞ്ഞത് എന്നാണ് ഇമ്മീഡിയറ്റ് ഫാമിലി ചോദിച്ചത്. ഇമ്മീഡിയറ്റ് ഫാമിലിയും ഒരു ക്ലോസ് ഫ്രണ്ടും ചോദിച്ചത് അതാണ്. ഓക്കെ, അതും ഞാൻ മാനിക്കുന്നു. ആദ്യത്തെ 2 കാര്യങ്ങളും ഞാൻ മാനിക്കുന്നു. ലെങ്ത്ത് ഇനിയൊരു ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ലെങ്ത്ത് കുറയ്ക്കാം, അത് കുറച്ചുകൂടെ നല്ല കണ്ടൻറ്റുള്ളൊരു സാധനം എടുത്ത് വെച്ചിട്ട് ചെയ്യാം. ഈ 2 കാര്യങ്ങളും മാനിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അതിൽ അഭിനയിച്ച പെൺകുട്ടിയെ ഞാൻ കളിയാക്കി, അതിൻ്റെ രൂപത്തെയും ഭാവത്തെയും കളിയാക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്തായ ഒരു ആൾ എനിക്ക് പേഴ്സണലി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. ഇതിനകത്ത് ആ വീഡിയോയുടെ ചോട്ടി വന്ന കമൻറ്റിനേക്കാളും കൂടുതൽ എനിക്ക് വാട്സാപ്പിൽ കമൻറ്റ് വന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ വാട്സാപ്പിൽ അയച്ച പ്രത്യേകം അദ്ദേഹം ആ ഒരു കാരണം കൊണ്ടാണത് യൂട്യൂബ് വീഡിയോയുടെ താഴെ എഴുതാതിരുന്നത് അത്രേ. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാൻ ആ അഭിനയിച്ച നായിക പെൺകുട്ടിയെ ഞാൻ കളിയാക്കിയിട്ടില്ല. അഭിനയിച്ച നായിക പെൺകുട്ടിയെ എനിക്കറിയില്ല, അഭിനയിച്ച ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല, എനിക്ക് അതിൻ്റെ പേരറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ കളിയാക്കിയത് ACP ദേവികയാണ്. ACP ദേവിക എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖഭാവങ്ങളെയും എക്സ്പ്രഷനെയും. കാരണം ഞാൻ സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ അഭിനയിച്ച യഥാർത്ഥ പെൺകുട്ടിയെ അല്ലല്ലോ, ഞാൻ ആ കഥാപാത്രത്തിനെയല്ലേ സ്ക്രീനിൽ കാണുന്നുള്ളൂ. അപ്പോൾ ആ കഥാപാത്രം ത്തിൻ്റെ എക്സ്പ്രഷൻ, ഇപ്പം ഒരു എക്സാമ്പിൾ, ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ വീഡിയോ മുഴുനീള കോമഡിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിനകത്ത് നല്ലതെന്ന് പറഞ്ഞ് ഓർത്ത് വയ്ക്കാവുന്നില്ല, കംപ്ലീറ്റ് കോമഡിയാണ്. അവർ സീരിയസ് ആയിട്ട് ചെയ്തതാണ്, പക്ഷേ സംഭവം അൾട്ടിമേറ്റ് കോമഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ നോക്കുന്നതിനകത്ത് ഒരു ഭാഗം, അതായത് ഇപ്പോൾ ഈ വിനോദേട്ടൻ വന്ന് പറയുകയാണ് നിൻ്റെ അച്ഛനെ അവർ കൊന്നു, അതുകൊണ്ട് ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്ന് പറയുന്ന സീനിൽ അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞ ഉടനെ ഇവളുടെ അച്ഛാ എന്ന് പറഞ്ഞ കാര്യം, ഇങ്ങനെയാണോ അഭിനയിക്കുന്നത് ഒരാൾ വന്ന് അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോൾ? അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മുഖഭാവത്തെയും ആ ഒരു ആ മുഖം നോക്കി എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. അതായത് ഒരാൾ വന്ന് അച്ഛൻ മരിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ അതിന് കൊടുക്കേണ്ടുന്ന എക്സ്പ്രഷൻ ഒരു ഞെട്ടലോ കാര്യങ്ങളോ ഒന്നും ഇങ്ങനെയല്ല. അതുപോലെ വിനോദേട്ടനും അതുപോലെ തന്നെ മറ്റേ കുത്തുകിട്ടിയ ആൾ വന്ന് മറിഞ്ഞ് വീഴുമ്പോഴത്തേക്ക് ചാട്ടാ എന്ന് വിളിച്ച് നിൽക്കുന്ന സീനില്ലേ, ഞാൻ അത്തരം കാര്യങ്ങളെയാണ്, ഞാൻ ആ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ശരിയായ ഈ അഭിനയിച്ച നടീനടന്മാരുടെ ശരിയായ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ അവരെ ആരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. എങ്കിലും ഇതിപ്പോൾ ഞാൻ ആ ഒരു വസ്തുതയ്ക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഇത്തരത്തിൽ 2 അഭിപ്രായങ്ങൾ തോന്നിയേക്കാവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഭാവിയിൽ ഒഴിവാക്കുന്നതായിരിക്കും. അത് പറഞ്ഞയാളിന്, ആ ഒരു പ്രത്യേക കമൻറ്റ് പറഞ്ഞയാളിന് സ്പെഷ്യൽ താങ്ക്സ്. ഇനി 4-മത്തെ കാര്യമാണ് എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത്. ലൈക്ക് ആ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട അർജുൻ എന്ന് പറഞ്ഞൊരാൾ, എനിക്ക് നേരിട്ട് അറിയുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അർജുൻ എന്ന് പറഞ്ഞൊരാൾ കായൽ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, അതൊന്ന് റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ലിങ്കും എന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ആ ഒറിജിനൽ വീഡിയോയുടെ ലിങ്കും ഇട്ടിട്ടുണ്ട്. ഞാനതൊന്ന് കയറി കണ്ടു. റിവ്യൂ ചെയ്യുന്നതൊക്കെ പിന്നത്തെ കാര്യം, ഞാനതൊന്ന് കയറി കണ്ട് എൻ്റെ ദൈവങ്ങളെ, ഈ വിപ്രനാശത്തിൻ്റെയും അവസരത്തിൻ്റെയും വല്യപ്പാപ്പനായിട്ട് വരും. 18 മിനിറ്റ് നീളമുണ്ട്, നല്ല ഉഗ്രൻ സാധനം. കണ്ടാൽ നമ്മുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും നമ്മൾ മറക്കും. ആ അജാതി അഭിനയം, മനസ്സിലായില്ലേ? കാരണം ഇതിനേക്കാൾ ഇത്രയും വലിയ ദുരന്തങ്ങളുണ്ടല്ലോ നമുക്ക് ചുറ്റും. അപ്പം പിന്നെ നമ്മളൊക്കെ എന്ത് ഭേദം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കണ്ടൻ്റുള്ളൊരു സാധനം, ഉഗ്രൻ. ഇപ്പം അത് 2ാമത് റിവ്യൂ ചെയ്യാനൊന്നും എനിക്ക് ഉള്ളൊരു ആരോഗ്യവും
ഒരു 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 അവസ്ഥയൊന്നും എനിക്കില്ല അർജുൻ, അതുകൊണ്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒബ്സർവ് ചെയ്ത ആ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ അതൊന്നും മനസ്സിൽ വെച്ചിട്ട് ഈ കായൽ നിങ്ങളെല്ലാം വെറുതെ കണ്ടാൽ മതി. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ തലയിടിച്ച് ചിരിക്കും. ഞാൻ ആ അവസരത്തിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഈ വീഡിയോ കണ്ടാൽ ഞാൻ എഴുതി കുത്തി വെച്ചാൽ നിങ്ങൾ തല കുത്തിച്ചിരിക്കും. അത്രയും മാത്രം എനിക്കറിഞ്ഞാൽ മതി, മനസ്സിലായി? അത്രയും എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഈ 4 കാര്യങ്ങളൊന്ന് പറയാമെന്ന് വെച്ചാണ് വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ വേറെ റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, സജഷൻസോ വേറെ ഏതെങ്കിലും ഈ വീഡിയോ കൊള്ളാം. ഇപ്പം മിസ്റ്റർ അർജുൻ മറ്റേ ഇത് കായലിന് പറഞ്ഞ വീഡിയോ സജസ്റ്റ് ചെയ്ത പോലെ വേറെ കൊള്ളാവുന്ന ഇതുപോലെയുള്ള സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അയച്ചു തരണം. ഒന്നുകിൽ വാട്സാപ്പ് നമ്പർ അറിയാവുന്നവർക്ക് വാട്സാപ്പിൽ അയക്കാം, അല്ല ഇതിന് മുമ്പുള്ള വീഡിയോ ഏതിൻ്റെയെങ്കിലും ചോട്ടി കമൻ്റായിട്ട് ഇടണമെന്നുള്ളവർക്ക് അങ്ങനെ ഇടാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ വേറെ കമൻറ്റും കാര്യങ്ങളും ഒന്നും പറയാനായിട്ടല്ല വന്നത്. പിന്നെ സാധാരണ എല്ലാ വീഡിയോയുടെ അവസാനം ഒരു പാട്ട് കുത്തിക്കയറ്റി, ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോയുടെയൊക്കെ അവസാനം പാട്ട് കുത്തിക്കയറ്റുന്നൊരു പരിപാടിയുണ്ട്. ഇത്തവണ ഞാൻ അതും ചെയ്യുന്നില്ല. പെട്ടെന്ന് പാട്ടൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പാട്ടും വേണ്ട. നല്ലൊരു വീഡിയോയുടെ റിവ്യൂ, കുറെ കൂടെ ക്വാളിറ്റി ഉള്ളൊരു സാധനത്തിൻ്റെ റിവ്യൂവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ.